നമസ്കാരം. ഹൃദയ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വടക്കേ അമേരിക്കയിലെ സീറോ മലബാർ സഭയുടെയും കനാനായ സമുദായത്തിൻ്റെയും വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന, അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട നിരവധി സംഭവങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചിട്ടുള്ള ഒരു വൈദികൻ, ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ വികാരി ജനറാളും കനാനായ സമുദായത്തിൻ്റെ റീജിയണൽ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട എബ്രഹാം മുത്തോലത്തച്ഛൻ. അച്ഛന് സ്നേഹപൂർവ്വം ഹൃദയ സംവാദത്തിലേക്ക് സ്വാഗതം. വടക്കേ അമേരിക്കയിലെ കനാനായ സമുദായം വളരെയേറെ വളർന്നിട്ടുണ്ട്. എന്നാൽ കനാനായ സമുദായത്തിൻ്റെ ഈ വളർച്ചയെക്കുറിച്ച് എന്നതിലുപരിയായിട്ട് സമുദായ അംഗങ്ങളുടെ സഭാപരമായ വളർച്ചയെക്കുറിച്ച് അച്ഛന് ഒന്ന് വിശദീകരിക്കാമോ? കനാനായ കത്തോലിക്കരായ ആളുകൾ അടിസ്ഥാനപരമായിട്ട് സീറോ മലബാർ വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ആ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ശീലിച്ചു വന്ന ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ആരാധനാക്രമത്തിലുള്ള കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യം ഉണ്ടാവുകയും നാട്ടിൽ നിന്ന് സീറോ മലബാർ കനാനായ വൈദികരെ കൊണ്ടുവന്ന് കുർബാന ചെല്ലുകയും ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ആളുകൾ സംഘടിച്ചു. പിന്നെ കനാനായക്കാർക്ക് രക്തബന്ധം ഉള്ളതുകൊണ്ട് അവർ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലും ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും തമാശകൾ നടത്തുകയും കലാപരിപാടികളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു പോകുന്നു. എന്നാൽ നമുക്കിവിടെ സീറോ മലബാർ സഭാ സംവിധാനം ഇല്ലാതിരുന്നതുകൊണ്ട് കനാനായ പള്ളികളുണ്ടാക്കാൻ പറ്റുകയില്ല. പക്ഷേ ലത്തീൻ രൂപതകളുടെ കീഴിൽ കനാനായ മിഷനുകൾ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2001 നമ്മുടെ സീറോ മലബാർ സഭ സിനഡിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ സീറോ മലബാർ രൂപത ഉണ്ടാകുന്നത്. അപ്പോൾ അഭിമന്യ മാർ ജേക്കബ് പങ്ങാടിയാത്ത് പിതാവിൻ്റെ സഹകരണത്തോടും പ്രോത്സാഹനത്തോടും കൂടി നമ്മളിവിടെ കനാനായ പള്ളികൾ ആരംഭിക്കുന്ന, അതുപോലെ തന്നെ കൂടുതൽ മിഷനുകൾ സ്ഥാപിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ നമുക്ക് 19 സഭാ യൂണിറ്റുകൾ അമേരിക്കയിൽ മൊത്തമുണ്ട്. അതിൽ തന്നെ 8 ഇടവകളായി. ഇപ്പോൾ സ്വന്തമായിട്ട് 9 പള്ളികളുമുണ്ട്. കോട്ടയം രൂപതയ്ക്ക് പുറത്തായിട്ട് ഒരുപക്ഷെ ആദ്യമല്ലേ അമേരിക്കയിൽ അത് മറ്റൊരു സീറോ മലബാർ രൂപതയുടെ കീഴിൽ തന്നെ കനാനായക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഇടവകൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന് കുറേയേറെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു കാണും. അച്ഛൻ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും നമ്മുടെ ആളുകൾ ആദ്യമേ ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയി, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി, മറ്റു ചിലത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി, അവിടെ നിന്ന് ഒക്കെ ലാറ്റിൻ പള്ളികളിൽ പരിശീലിച്ച ശേഷമാണ് പല ആളുകളും അമേരിക്കയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓൾറെഡി നല്ല മനോഹരമായ നല്ല പള്ളികളുണ്ട്. അപ്പോൾ ആ പള്ളികളിൽ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാമല്ലോ. പിന്നെ ലത്തീൻ കുർബാനയാകുമ്പോഴത്തേക്കും ദൈർഘ്യം കുറവാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് തീരും. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടവും ഈ ഇംഗ്ലീഷിലുള്ള ചെറിയ കുർബാനയാണ്. ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ലത്തീൻ പള്ളികളിൽ സഹകരിച്ച് പോയാൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സംഘടനയുണ്ട്. അപ്പോൾ അയൽമായ നേതൃത്വത്തിൽ കനാനായ സംഘടനകൾ ഭംഗിയായിട്ട് നടക്കും. ആ ഒരു ചിന്താഗതിയുള്ള കുറേ ആളുകൾ, പ്രത്യേകിച്ച് നേതൃത്വ നിരയിലുള്ള ആളുകൾ ഉണ്ടായതാണ്. സീറോ മലബാർ രൂപതയിലും അതെ, കനാനായക്കാർക്ക് പ്രത്യേകിച്ചും അതെ, ഈ രീതിയിൽ പ്രത്യേകമായിട്ടുള്ള ഇനി കനാനായ പള്ളികളോ സീറോ മലബാർ പള്ളികളോ വേണ്ട എന്നുള്ള ഒരു ആശയമുണ്ടായി. അതാണ് പ്രതിസന്ധികൾക്കൊരു കാരണം. പിന്നെ വേറൊരു കാരണം, എവിടെയെങ്കിലും ഒരു പള്ളി വാങ്ങിക്കുമ്പം അതൊന്നെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെ ഒരു സ്ഥലം വാങ്ങിച്ച് മനോഹരമായൊരു പള്ളി പ്ലാൻ ചെയ്ത് പണിയുകയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വിൽക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വിൽക്കാനുള്ള പള്ളികളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അവിടെ നിന്നും കത്തോലിക്കരെ ഒഴിഞ്ഞു മാറി അപ്പോൾ ഇച്ചിരി ബാഡ് നെയ്ബർഹുഡായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പള്ളി വാങ്ങിക്കുമ്പോൾ കുറേ പേര് പറയും അത് ബാഡ് നെയ്ബർഹുഡാണ്, അപ്പോൾ അവിടെ നമ്മൾ ആൾക്കാരെ, നമ്മുടെ പിള്ളേരെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതുവരെയുള്ള അനുഭവത്തിൽ ആദ്യത്തെ പള്ളി ചിക്കാഗോയിൽ മേവുഡ് സിറ്റിയിലുണ്ടായിട്ട് 5 വർഷമായി. ദൈവം എല്ലാ വിധത്തിലും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതിഭംഗിയായിട്ട് പള്ളിക്കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികളുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ ആൾക്കാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവർ തന്നെ വീണ്ടും പള്ളിയിലേക്ക് വരികയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് കേട്ടുപോരുന്ന ഒരു കാര്യമാണ്, സമുദായത്തിലുള്ളവരെല്ലാവരും തന്നെ സഭാവിശ്വാസികളാണ്. എന്നാൽ സഭയും സമൂഹവും
ഒന്നിച്ചു പോകണമെന്നും സഭയും സമുദായവും രണ്ടാണെന്നും പറയുന്ന രണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അച്ഛൻ്റെ ഇവിടുത്തെ ഭരണ കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുമ്പോൾ ഈ ആശയങ്ങൾ അച്ഛനെ എങ്ങനെയാണ് ബാധിക്കുക? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. കനാനായ സമുദായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സമുദായത്തിനു വേണ്ടി സമുദായം ഉണ്ടാക്കിയതല്ല, മറിച്ച് ക്രിസ്തുവർഷം 345 കേരളത്തിലേക്ക് ഇപ്പോഴത്തെ ഇറാഖ് എന്ന് പറയുന്ന മെസ്സൊപ്പൊട്ടോമിയയിൽ നിന്ന് ഒരു പ്രേക്ഷിത കുടിയേറ്റം നടത്തിയതാണ്. അപ്പോൾ കത്തോലിക്ക വിശ്വാസികളായിരുന്ന ആളുകൾ കത്തോലിക്ക വിശ്വാസം നിലനിർത്തുവാനും അടുത്തുള്ള തങ്ങൾ കുടിയേറിയ പ്രദേശങ്ങളിലെ കത്തോലിക്ക വിശ്വാസികളെ വിശ്വാസത്തിൽ ആധ്യാത്മികതയിൽ സഹായിക്കുവാൻ വേണ്ടി ഒരു മെത്രാൻ്റെയും 4 വൈദികരുടെയും ഡീക്കന്മാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഒരു കുടിയേറ്റം നടത്തിയത്. അങ്ങനെ വന്ന ആ 400 പേരും സ്വന്തമായ പള്ളികൾ സ്ഥാപിച്ച് സഭാപരമായ രീതിയിൽ അന്നു മുതൽ ഇന്നുവരെ ഈ 16ാം നൂറ്റാണ്ടിലധികമായിട്ട് വളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സഭാധിഷ്ഠിതമായ സമൂഹമാണ്. അതുകൊണ്ട് സഭാധിഷ്ഠിതമായിട്ട് വേണം അത് പ്രവർത്തിക്കുവാൻ. എന്നാൽ അതേസമയം തന്നെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചും അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അൽമായ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരുന്നതുകൊണ്ടും അൽമായ പ്രേക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം സഭ പ്രവർത്തിക്കുവാനായിട്ട് എന്ന് വിശ്വസിക്കുന്നയാളുമാണ്. അപ്പോൾ അതുകൊണ്ട് അൽമായർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് സഹായകമാകുന്നത് ക്രിസ്തു സ്ഥാപിച്ച സഭയിലൂടെയാണ്. അതുകൊണ്ട് ക്നാനായ സമുദായത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് സഭാപരമായ നിലനിൽപ്പിലൂടെയാണ്. അതിനുവേണ്ടി പള്ളികൾ സ്ഥാപിക്കുകയും ഇടവകപരമായിട്ട് വളരുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഞാൻ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. 8 ഇടവകകൾ രൂപതയിൽ ക്നാനായ സമുദായത്തിന് മാത്രമായിട്ടുണ്ട്. എന്താണ് ഇനിയും വരാനിരിക്കുന്ന ഒരു വളർച്ച, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മിഷൻ സെൻ്ററുകളുള്ളത്? അമേരിക്കയുടെ ഏതാണ്ട് ക്നാനായക്കാർ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്ക് മിഷനുകളായി കഴിഞ്ഞു. ഇനി ചില സ്ഥലങ്ങളിൽ മിഷനുകൾ ഉണ്ടാകാനായിട്ടുണ്ട്. അവിടെ കുറേയൊക്കെ പ്രവർത്തനങ്ങൾ അതിനുള്ള വിത്ത് പാകിയിട്ടുണ്ട്. പിന്നെ മിഷനുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു മാസത്തിലൊരു കുർബാന, അല്ലെങ്കിൽ 2 മാസത്തിലൊരു കുർബാന, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് വീക്കിലൊരു കുർബാന, അങ്ങനെ ചെല്ലിട്ട് കാര്യമില്ല. ഇടവകയായിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ദേവാലയങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും കുർബാന ചെല്ലാൻ പറ്റും, ചിലപ്പോൾ എല്ലാ ദിവസവും കുർബാന ചെല്ലാൻ പറ്റും. അപ്പോൾ ആൾക്കാരെല്ലാവരും പള്ളി വരുന്നു. അവർ തങ്ങളിലുള്ള സാമൂഹ്യമായ ബന്ധം, അവിടെ ധ്യാനങ്ങളായി, പ്രാർത്ഥനാ ഗ്രൂപ്പായി, വിവിധ മിനിസ്ട്രികളായി, ഭക്തസംഘടനകളായി, അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുകൾ തങ്ങളിൽ ആത്മീയമായിട്ടുള്ളൊരു ഉണർവും വളർച്ചയും ഉണ്ടാകുമ്പോൾ ആ അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും മിഷനുകൾ എത്രയും വേഗം സ്വന്തമായ ദേവാലയങ്ങൾ വാങ്ങിച്ചു വളരണം. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഇതാണ്: സ്വന്തമായ ദേവാലയം വാങ്ങിക്കുകയും ഫുൾ ടൈമായിട്ടൊരു വൈദികൻ്റെ ശുശ്രൂഷ ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ കുറേ എക്സ്പെൻസീവാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ 8 ഇടവകളിലും ഇതുവരെ വൈദികരുടെ സമ്പൂർണ്ണമായ സേവനവും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ വാങ്ങിച്ചതിൻ്റെ കടങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവുകളും ഉണ്ടെങ്കിലും ആരും പരാതി പറയുന്നില്ല. കാരണം തങ്ങൾ മുടക്കിയതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രയോജനം, ആത്മീയമായിട്ടും അജപാലപരമായിട്ടുള്ള പ്രയോജനം അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് അമേരിക്കൻ സംസ്കാരം ഒത്തിരി നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലേക്ക് കടന്നു വരികയും കത്തോലിക്ക ജീവിതത്തിൻ്റെ അന്തസ്സത്തെ കുറേയെങ്കിലും അത് ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ വൈദികർക്കും അജപാലന രംഗത്ത് നേരിടേണ്ടിയിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. അച്ഛൻ എങ്ങനെയാണ് അതിനൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുക? ഭൗതികത ഇന്ന് അമേരിക്കയിൽ മാത്രമല്ല, അടുത്ത കാലത്ത് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടെയും അത് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇന്ന് ഇൻ്റർനെറ്റായി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ചാനലുകളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായി. അമേരിക്കയിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ അത് കുറേ കൂടി ഫാർ അഡ്വാൻസ്ഡ് ആണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കത്തോലിക്ക അന്തരീക്ഷത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും വളർന്നാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അമേരിക്കൻ പള്ളിയിലും അമേരിക്കൻ സ്കൂളുകളിൽ, ചിലപ്പോൾ കത്തോലിക്ക സ്കൂളാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സെക്കുലർ സ്കൂളുകളാകാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന മൂല്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ നമ്മുടെ കത്തോലിക്ക ഇടവകളിൽ നിന്നോ കിട്ടുന്ന മൂല്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ അതൊരു പ്രതിസന്ധിയാണ്. ഇതിൽ ഏതാണ് ശരി? ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പറയുന്നതാണോ, ഞങ്ങളുടെ പള്ളിയിലെ വേദപാഠ ക്ലാസ്സിൽ കിട്ടുന്ന ആശയമാണോ ശരി, അതല്ല അമേരിക്കൻ കൾച്ചറിനനുസരിച്ച് കിട്ടുന്നതാണോ ശരി? പ്രത്യേകിച്ച് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് അത് കൂടുതലായിട്ടും ബാധിക്കുക. പക്ഷേ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനങ്ങളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഒക്കെ നടത്തുമ്പോൾ നാട്ടിൽ കണ്ടതിനേക്കാളും കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ, ചിലപ്പോൾ ഒരു സെമിനാറാണ്, ക്യാമ്പാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ പിള്ളേരെ കിട്ടും. എന്നാൽ അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു ധ്യാനമാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഉത്സാഹത്തോടെ വരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് താല്പര്യമുള്ള കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള അനുകൂലമായൊരു അന്തരീക്ഷം നമ്മൾ ദേവാലയങ്ങൾ സ്ഥാപിച്ച് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം കുഞ്ഞുങ്ങളെ നമ്മുടേതായ മൂല്യങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. നാട്ടിലെ പോലെ തന്നെ ഇവിടെ വളർത്തണം എന്നല്ല ഞാൻ പറയുക. പക്ഷേ നമ്മുടെ കത്തോലിക്ക വിശ്വാസവും മൂല്യങ്ങളും ഇവിടുത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടുത്തെ പ്രദേശത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തീയമായും ധാർമ്മികമായും നമ്മുടെ സഭാ പാരമ്പര്യങ്ങൾക്കനുസരിച്ചും വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതാണ് എൻ്റെ അനുഭവം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ സഭയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പ്രത്യേകിച്ച് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരെ തിരിച്ചു കിട്ടുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്താണ് അച്ഛൻ അതിന് പിന്നിൽ കാണുന്ന ഒരു കാരണം? പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അവർക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. യേശുവിനെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർ യേശു ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ധാരണയിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ തിരിച്ചു വരാൻ അവർ കഴിയാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ശോഷണം നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനും പൊതുവെ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിലും എൻ്റെ വീക്ഷണത്തിലും പറഞ്ഞാൽ, നമ്മൾ അനുകൂലമായ സാഹചര്യം വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കാതെ പോയി. അത് ആദ്യത്തെ കുടിയേറ്റക്കാർ പലരും പറയുന്നൊരു കാര്യമാണ്. അതായത് ആദ്യം നമ്മളിവിടെ കുടിയേറിയപ്പോൾ നമ്മൾ ഈ ഡോളറിൻ്റെ ഇന്ത്യയിലുള്ള രൂപയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ധാരാളം പൈസ ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി ഡബിൾ ചെയ്താലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്താണെങ്കിലും കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു ആഭിമുഖ്യമുണ്ടായി. അതേസമയത്ത് സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഒക്കെ വളരണം. അതുകൊണ്ട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണം, സ്പോർട്സിൽ പങ്കെടുപ്പിക്കണം, കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം. ആ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം മുടക്കി സമയം മുടക്കി അവരെ സാംസ്കാരികമായിട്ട് കലാപരമായിട്ടും വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതി വന്നു. മാതാപിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സഭാപരമായിട്ടുള്ള അതിൻ്റെ സംവിധാനത്തിൻ്റെ കുറവ്. ഒന്ന്, ഭൗതികതയിൽ വളരുന്ന അമേരിക്കൻ സംസ്കാരത്തിൽ അമേരിക്കൻ പള്ളികളിൽ ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കാനുള്ള അവസരം കുറഞ്ഞു പോയി. അതേസമയത്ത് നമ്മുടെ കുട്ടികളെ വിശ്വാസപരമായ രീതിയിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവാലയങ്ങൾ സ്ഥാപിക്കാനോ വൈദികരെ പൂർണ്ണമായി നിയമിച്ച് അവരെ ഫുൾ ടൈമായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാക്കാനായിട്ടോ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത നമുക്ക് 10 വർഷമേ ആയുള്ളൂ ഒരു സീറോ മലബാർ രൂപത സ്ഥാപിതമായിട്ട്. അതും ആദ്യഘട്ടത്തിൽ വളരാൻ വളരെയേറെ പരിമിതികളുണ്ടായിരുന്നു. ജ്ഞാനായ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും അടുത്ത കാലത്ത് മാത്രമാണ്, വെറും 5 വർഷമേ ആയിട്ടുള്ള പള്ളികൾ സ്ഥാപിക്കുന്ന ഒരു അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായി തുടങ്ങിയിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പരിശീലനം കിട്ടിയ കുട്ടികൾ പള്ളിയിൽ വരുന്ന കാര്യത്തിൽ അവർക്ക് ഉത്സാഹമാണ്. അവർ പറയും ദിസ് ഈസ് അവർ സെക്കൻഡ് ഹോം. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന തലമുറ ഈ സീറോ മലബാർ കുർബാനയിൽ ശീലിച്ചിട്ടില്ല. ആ ഒരു രീതിയിലുള്ളൊരു പരിശീലനം നമ്മൾ കൊടുക്കത്തില്ല. അപ്പോൾ വേണ്ട രീതിയിൽ വളം കൊടുത്ത് നിലമൊരുക്കി കൃഷി ചെയ്യാത്ത ഒരു കൃഷിയിടത്തിൽ നിന്നും എങ്ങനെ നല്ല ഫലങ്ങൾ കായ്ക്കും? അപ്പോൾ അതാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മെങ്കിലും നമ്മൾ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുകയും ഇപ്പോഴും സഭയുമായിട്ട് യോജിക്കാത്ത തലമുറയെ ഏതെങ്കിലും തരത്തിൽ അവരുടെയും കൂടെ താല്പര്യം പരിഗണിച്ച് മനസ്സിലാക്കി നമ്മൾ അവർക്കൂടെ സ്വീകാര്യമായ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ സീറോ മലബാറിൻ്റെ ഇംഗ്ലീഷ് കുർബാന നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ കുട്ടികളും യുവാക്കന്മാരും താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ യുവാക്കന്മാരെ കൂടുതൽ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് മതബോധന പരിശീലന കാര്യത്തിൽ മത അധ്യാപകരായിട്ട് നമ്മുടെ ധാരാളം യുവാക്കന്മാർ സൈനപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ ക്ലിയറായിട്ട് നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. കാരണം മതാധ്യാപകരായിട്ട് വരെ കിട്ടും. പക്ഷേ 12ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ കോളേജ് വിട്ട് പോവുകയാണ്. അപ്പോൾ കോളേജിലേക്ക് പോകുന്ന അവസരത്തിൽ ഇവിടുന്ന് പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ എൻ്റെ അനുഭവത്തിൽ അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോകും. സീറോ മലബാറിലോ അല്ലെങ്കിൽ ജ്ഞാനായ പള്ളികളുണ്ടെങ്കിൽ അവിടെ പോകുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മൾ കുട്ടികളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം എല്ലാ സ്ഥലത്തും നമ്മളുടെ പള്ളികൾ നമ്മുടെ ആരാധനാക്രമത്തിനനുസരിച്ച് സ്ഥാപിക്കുകയും അതിനനുസരിച്ച് സജീവമായിട്ട് ആ പള്ളികൾ നടത്തുകയും വിശ്വാസ പരിശീലനം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അച്ഛനത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛന് ഇത്ര തീർച്ചതയോടുകൂടി ചിന്തിക്കുകയും സമുദായത്തിൻ്റെയും സഭാംഗങ്ങളുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രമാത്രം പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനെ ഇതിലേക്ക് നയിച്ച ഒരു സാഹചര്യമാണ്. വൈദിക വൃത്തിയിലേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില വ്യക്തികളുണ്ടാവും. അങ്ങനെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ജീവിതം ഇതിനായി മാറ്റിവെക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചവർ, സഹായിച്ചവർ ആരൊക്കെയാ അച്ഛാ? ദൈവം വിളിക്കാതെ ദൈവവിളി ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം. ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ച് വളരാനിടയായ സാഹചര്യം. പ്രത്യേകിച്ച് എൻ്റെ പേരൻസ് എല്ലാ ദിവസവും കുർബാനയിലും പള്ളിയിലും പോകും. എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ആധ്യാത്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നെ ചെറുപ്പത്തിലാണെങ്കിലും എന്നെ ഒരു വൈദികനാക്കണമേ എന്ന് എന്നെക്കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ ഓർത്തത് വൈദികൻ എന്ന് പറഞ്ഞാൽ വൈദ്യൻ എന്നാണ്. എനിക്ക് കൊച്ചായിരുന്നപ്പോൾ ഒന്നും മനസ്സിലാകാതെ കൊണ്ട് ഞാൻ ചോദിക്കുക എന്തിനാണ് വൈദ്യനാകുന്നതെന്ന് ചോദിക്കും. അല്ലടാ, അത് അച്ഛനാകുന്ന കാര്യമാണ്, വൈദികനാകണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് എൻ്റെ മാതാപിതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു. മൂന്നാമത്, എൻ്റെ വീട്ടിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് വൈദികരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ആൾ ഇടവക വികാരിയച്ഛനാണ്. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല കായികനികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നുവിടും, വികാരിയച്ഛനുകൊണ്ട് കൊടുക്കാൻ പറയും. അപ്പോൾ വികാരിയച്ഛനാണ് ഇടവകയിലെ നാട്ടിലെ പ്രമുഖനായൊരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹീറോ വേറെ സ്പോർട്സ് താരങ്ങളോ സിനിമാ താരങ്ങളോ അല്ല, ഇടവകയിലെ വികാരിയച്ഛന്മാരായിരുന്നു. അതും പ്രത്യേകിച്ച് അക്കാലത്ത് കുറേ ചെറുപ്പക്കാരായ അച്ഛന്മാരാണ് മാറി മാറി വന്നത്. അപ്പോൾ ആ അച്ഛന്മാരെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസും പരിപാടികളൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ പള്ളിയിലേക്ക് പോകുന്നു. അവിടെ അച്ഛനും കൂടെ ചെന്ന് കൂട്ടുകാരുമായിട്ടെല്ലാം പന്ത് കളിക്കുന്നു, പിന്നെ മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ എനിക്ക് അച്ഛനെ പോലെ എനിക്കും അച്ഛനാകണം. കുർബാനയ്ക്ക് കൂടാൻ തുടങ്ങിയപ്പം എനിക്കും നാളെ പ്രായപൂർത്തിയാകുമ്പോൾ ഈ അച്ഛനെ പോലെ കുർബാനക്കുപ്പായി ഇട്ട് കുർബാന ചെല്ലണം. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു ആമുഖ്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ദൈവവിളിയുടെ വിത്ത് ദൈവം എന്നിൽ പാകിയത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ ചിക്കാഗോയിൽ എത്തി പ്രവർത്തനം ആരംഭിച്ച സമയത്തെ കുറിച്ചാണ് എൻ്റെ ചിന്തകൾ വരുന്നത്. അച്ഛൻ ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്ത് തരണം ചെയ്തതായിട്ട് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അച്ഛൻ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അതിനുള്ള ഒരു ശക്തി, ഒരു പ്രേരണ എവിടെ നിന്നാണ്, എന്താണ്? ഞാൻ ഡീപോൾ യൂണിവേഴ്സിറ്റിയിൽ പോയി സാമൂഹിക അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുകയുണ്ടായി, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് സർവീസ്. അപ്പോൾ അതുകൊണ്ടൊരു സാമൂഹിക വിശകലനം ചിക്കാഗോയിലെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആളുകളുടെ പൊതുവായ വിശ്വാസവും ആളുകളുടെ പൊതുവായ ആഗ്രഹവും അനുസരിച്ച് പോയാൽ അന്ധനെ നയിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അതിനേക്കാൾ ഉപരി യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ട് ക്രിസ്തു ഒരു പുരോഹിതൻ എന്ന നിലയിൽ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, ഈ സഭാപരമായ രീതിയിൽ എങ്ങനെ എനിക്ക് ഇവരെ നയിക്കാൻ പറ്റും എന്നുള്ളതായ ബോധ്യമുള്ളപ്പോൾ ആ ഒരു ബോധ്യം ഇവിടെയുള്ള വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദൈവത്തിലേക്ക് എത്താനുള്ള ഏക മാർഗം ക്രിസ്തുവും അതിനുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്നുള്ള സഭയോടുകൂടി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ദൈവകൃപയാൽ അങ്ങാടി പിതാവ് എന്നെ സാന്ദർഭികമായിട്ട് വികാരി ജനറലായിട്ട് നിയമിച്ചു. പിന്നീട് തൊടുകലച്ചൻ പോയപ്പോൾ ഇവിടുത്തെ മിഷൻ ഡയറക്ടറായി നിയമിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഇടവക ഉണ്ടാകണം, പള്ളി ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പക്ഷേ ഞാനത് പങ്കുവയ്ക്കുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ല, കാരണം സംഘടനാപരമായിട്ടാണ് കമ്മ്യൂണിറ്റി പോവുക. അപ്പോൾ ഞാനത് മുലക്കാട്ട് പിതാവുമായിട്ട് ഷെയർ ചെയ്തു. പിതാവിൻ്റെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. പിതാവ് അത് ഒരു പ്രാവശ്യം പള്ളിയിൽ പറഞ്ഞു, ഇനി നിങ്ങൾ പള്ളി ഉണ്ടാകണം. അപ്പോൾ പള്ളി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ ആർക്കും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറേ ആളുകൾ ദൈവകൃപയാൽ എന്നോട് യോജിക്കാനായിട്ടും തയ്യാറായി. അങ്ങനെ കുറേ പേരുടെ സഹകരണത്തോടു കൂടി ചെറിയ ഒരു ഫണ്ട് റേസിങ് പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് പള്ളികളുണ്ടായപ്പോൾ പള്ളി വേണ്ട എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പിന്നെ ആദ്യത്തെ പള്ളി കണ്ടുപിടിച്ച് വന്നപ്പോൾ അത് ബാഡ് നെയ്ബർഹുഡാണെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്ന കുറേ ആളുകൾ ഒക്കെ ഉണ്ടായി. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിന്നീട് അത് വിജയത്തിലേക്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പ്രതിബന്ധങ്ങളുണ്ടായി. പക്ഷേ ആദ്യത്തെ ഒരു പള്ളി ഉണ്ടായി കഴിഞ്ഞപ്പം അതിനോട് സഹകരിക്കാൻ ഒരുപാട് പേര് വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇതുപോലെ വേറെ പള്ളി ഉണ്ടാകണമെന്ന് അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ആഗ്രഹിച്ചു. കാരണം ഈ പള്ളി കെട്ടിടം മാത്രമല്ല, സജീവമായ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള നല്ലൊരു പള്ളി. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പള്ളി കൂടെ ചിക്കാഗോയിൽ ഉണ്ടാകണമെന്ന് വേറെ ആളുകൾ താല്പര്യപ്പെട്ടു. ആ പള്ളിക്കും പ്രതിബന്ധങ്ങളുണ്ടായി. അതുകൊണ്ട് അമേരിക്കയിലുണ്ടായ എല്ലാ പള്ളിക്കും പ്രതിബന്ധങ്ങളുണ്ടായി. പക്ഷേ പ്രതിബന്ധങ്ങളുണ്ടായെങ്കിലും അതിനേക്കാൾ ഉപരി ദൈവമാണ് ഇത് ബിൽഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മുടെ പള്ളികൾ എല്ലാം ഭംഗിയാക്കി വന്നു. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ചിക്കാഗോയിലെ ബഹുഭൂരിപക്ഷം പേരും എന്നെ ആദ്യം എതിർത്തിരുന്നെങ്കിലും ഇന്ന് ഏതാണ്ട് എല്ലാവരും തന്നെ ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അത് ഏറ്റവും വലിയ കൃപ ദൈവത്തിൻ്റെ തന്നെയാണ്. ഇവിടുത്തെ ഇടവകളുടെ വികാരിയായിട്ടും കനാന റീജിയൻ്റെ ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ വികാരി ജനറലായും എല്ലാം സേവനം ചെയ്യുമ്പോഴും ഇതിനൊക്കെ മുമ്പ് ചെയ്തിരുന്നതായ ഒരു പ്രവർത്തന മേഖലയും ആരും അധികം അറിയാത്ത അച്ഛൻ്റെ ചില പ്രവർത്തന മേഖലകളുള്ളതായിട്ട് എനിക്കറിയാം. അതിലൊന്ന് അഗാപ്പെ മൂവ്മെൻ്റാണ്. എന്താണ് അഗാപ്പെ മൂവ്മെൻറ്റ്? അത് അച്ഛൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കണം. പ്രതീക്ഷിതമായിട്ട് രൂപതയിലെ സോഷ്യൽ സർവീസ് ഡയറക്ടർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോവുകയും പിതാവ് എന്നോട് പെട്ടെന്ന് അതിൻ്റെ ചാർജ് എടുക്കണമെന്ന് പറഞ്ഞു. സോഷ്യൽ സർവീസ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്ന ഞാൻ പിതാവിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം അത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഡെവലപ്മെൻറ്റൽ കൺസെപ്റ്റ്, സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടുകൾ വിവിധ ഫണ്ടിങ് ഏജൻസികളിൽ നിന്ന്
നടത്തിയ ഷോർട്ട് ടൈം കോഴ്സ് വഴി മനസ്സിലാക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി വെറും ചാരിറ്റി ചെയ്താൽ പോരാ, ആളുകളെ സ്വയം പര്യാപ്തമാക്കുന്ന നല്ല പദ്ധതികൾ തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വനിതകൾക്ക് വേണ്ടി സ്വയാശ്രയ സംഘങ്ങൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ, വൃദ്ധരായ ആളുകൾ, അവിവാഹിതരായ പെൺകുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വയാശ്രയ സംഘങ്ങളുണ്ടാക്കി. അപ്പോൾ അതിലൂടെ മറ്റുള്ള ആളുകളുടെ വേദനകൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ആളുകളുടെ വികസനത്തിലൂടെ വരുന്ന നല്ല ഫലം കണ്ടപ്പോൾ അതുപോലെ ഇനിയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവിടെ നിന്നും അമേരിക്കയിൽ വന്നപ്പോൾ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സഹായിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു നോൺ പ്രോഫിറ്റ് സോഷ്യൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയതാണ് അഗാപ്പെ മൂവ്മെൻറ്റ്. പക്ഷേ എൻ്റെ ദൈവം തരുന്ന കഴിവുകളും ഈ അമേരിക്കൻ രാജ്യത്തിൻ്റെ ഓപ്പർച്യൂണിറ്റിയും പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, അമേരിക്ക ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അപ്പോൾ ഞാൻ ചാപ്ലൻസി കോഴ്സ് പഠിച്ചു, ഹോസ്പിറ്റൽ ചാപ്ലൈനായിട്ട് സേവനം ചെയ്യുന്നു. അതിലൂടെ കിട്ടുന്ന പ്രതിഫലവും മറ്റ് ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ ചെയ്യുന്ന സഭാപരമായ ശുശ്രൂഷയ്ക്ക് തരുന്ന പ്രതിഫലവും പരമാവധി ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അഗാപ്പെ മൂവ്മെൻറ്റ് വഴി നാട്ടിൽ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു നല്ല പദ്ധതിയാണ് സമരിട്ടൻ സെൻറ്റർ. സമരിട്ടൻ സെൻറ്ററിന് വേണ്ടിയിട്ട് സാധാരണ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ പുരോഹിതരുടെ ഇടയിൽ പോലും എപ്പോഴും അധികം കാണാത്ത ഒരു കാര്യം അച്ഛൻ ചെയ്തതായിട്ട് എനിക്കറിയാം. അതായത് വളരെ മാതൃകാപരമായൊരു കാര്യം, അച്ഛന് പൈതൃകമായിട്ട് കുടുംബസ്വത്തായി ലഭിച്ച സ്ഥലമെല്ലാം ഈ ഒരു വലിയ ആശയത്തിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുകയും സംഭാവന ചെയ്യുകയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അച്ഛൻ കുറേ കാര്യങ്ങൾ അടുത്ത നാളിൽ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ നാട്ടിൽ നടന്നായിട്ട് അറിഞ്ഞു. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പ്രേക്ഷകരോടായിട്ട്. കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള ഒരു സ്ഥലം എൻ്റെ ഫാമിലിയിൽ നിന്ന് വിൽപ്പത്രപ്രകാരം എനിക്ക് കിട്ടി. അതാണ് ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കൈമാറിയിട്ട് സമരിട്ടൻ സെൻറ്റർ തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അവിടെ ഏതാണ്ട് 1.25 കോടി രൂപ വില വരുന്ന ഒരു 3 നില കെട്ടിടം, പ്രത്യേകിച്ച് വികലാംഗരായിട്ടുള്ളവർ, ബധിരർ, അന്ധർ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വയാശ്രയ സംഘങ്ങളുടെ പരിശീലന കേന്ദ്രം, റിസോഴ്സ് സെൻ്ററായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിവതും വേഗം ഒരു ബിൽഡിംഗ് പണിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ 1 കോടി രൂപ എൻ്റേതായിട്ട് എൻ്റെ ജോലിയിലൂടെ, അധ്വാനത്തിലൂടെ സ്വന്തമായിട്ട് കൊടുക്കണം എന്നുള്ള സജഷനാണ് അവർ പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അതിൻ്റെ പകുതി കൊടുത്തു കഴിഞ്ഞു. ബാക്കി ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഏതാനും വർഷങ്ങൾ കൊണ്ട് കൊടുത്തു തീർക്കാമെന്നുള്ള ധാരണയിൽ അതിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയാക്കി. ഓഗസ്റ്റ് 21-ാം തീയതി അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മവും അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. ഇനി അത് പല ഏജൻസികളും അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ മറ്റൊരു പ്രചോദനം, അത് എൻ്റെ ജന്മനാട്ടിലാണ് ചെയ്തത്. എൻ്റെ ജന്മനാട്ടിൽ തന്നെ വേറെ ഒരു 40 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് അവിടുത്തെ ഒരു അഗാപ്പെ ഭവൻ എന്ന പേരിൽ വികലാംഗരും ബുദ്ധിമാന്യമുള്ളവരുമായ കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിശീലനത്തിനും തൊഴിൽ കണ്ടെത്തലിനും വേണ്ടിയിട്ട് അവിടെ നോട്ട്ബുക്ക് മേക്കിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ആശുപത്രികളിലേക്കുള്ള എൻവലപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള വരുമാന പദ്ധതികളോടുകൂടി അതേസമയത്ത് വാഹനങ്ങളിൽ ചെന്ന് വികലാംഗരായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരും, ബുദ്ധിമാന്യമുള്ളവരെ കൊണ്ടുവരും. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാർക്ക്, സഹോദരങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റും, ബേബി സിറ്റിംഗ് ഒഴിവാക്കാം. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. അന്ന് 75 ലക്ഷം രൂപയോളം അതിന് മുടക്കിയതാണ്. അതും എൻ്റെ സ്വന്തം സംഭാവനകളിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്വന്തം ജോലിയിൽ നിന്ന് എടുക്കുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമാണ്. അത് സക്സസ് ആയതുകൊണ്ടാണ് വീണ്ടും കൊടുക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോൾ എൻ്റെ അനുഭവം ഇതാണ്, നമ്മൾ കൊടുക്കും തോറും ദൈവം തരും, അത് കൊടുക്കാൻ വീണ്ടും നമുക്ക് പ്രചോദനം ഉണ്ടാവുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത് ആ കൊടുക്കുവാനുള്ള ഒരു മനോഭാവം, അതാണ്. അല്ലാതെ ബാങ്കിൽ നിക്ഷേപിച്ച് വെക്കുകയല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലാണ് നിക്ഷേപങ്ങൾ സംഭരിക്കേണ്ടത്. അപ്പോൾ ആ സുവിശേഷ പ്രസംഗം നടത്തുന്ന ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കും, നീ ഈ പ്രസംഗിക്കുന്ന കാര്യം നീ തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഈ ലോകത്തിലല്ല നമ്മൾ നിക്ഷേപങ്ങൾ സംഭരിക്കേണ്ടത്, കള്ളൻ കുത്തിക്കവരാത്ത, ചെതൽ നശിപ്പിക്കാത്ത സ്വർഗ്ഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ സംഭരിക്കണം. ഏതാനും വർഷം നമ്മൾ ജീവിക്കും, ചിലപ്പം ഏതാനും മാസങ്ങളായിരിക്കും ജീവിക്കുക. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടവരാണ് എല്ലാം ഉപേക്ഷിച്ച്. അപ്പോഴും നമുക്ക് വേണ്ടി അവിടെ നിക്ഷേപങ്ങളുണ്ടാകും, ദൈവം നമുക്ക് വേണ്ടി അവിടെ സജ്ജമാക്കുന്ന ഭവനങ്ങളുണ്ടാകും. ഇപ്പോൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷിതത്വത്തിൻ്റെ മറ്റൊരു മേഖലയിൽ അച്ഛൻ്റെ ഒരു നേതൃത്വവും വലിയ സംഭാവനകളും ചെല്ലുന്നതെന്നായിട്ട് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ മിയാവ് രൂപതയെക്കുറിച്ചാണ്. അച്ഛൻ്റെ ഇടവകാംഗങ്ങളായ കുറേയേറെ ആൾക്കാർ അവിടെ സന്ദർശനം നടത്തുകയും അവിടെ ആ രൂപതയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണത്? അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പ്രാവശ്യം മിയാവൂർ രൂപതയിലെ ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ് ഷിക്കാഗോ സന്ദർശിച്ചു.
അപ്പം ചില ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ആ ബിഷപ്പിൻ്റെ കഥകൾ കേട്ടാൽ വളരെ രസകരമാണ്, എന്ത് ഹീറോയ്ക്കായിട്ടാണെന്നറിയാവോ അദ്ദേഹം കഥ. ഞാനധികം അങ്ങനെ പറ്റി എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് ബിഷപ്പുമായിട്ട് അദ്ദേഹത്തിൻ്റെ ധീരകഥകൾ, പരീക്ഷ പ്രവർത്തനത്തിൻ്റെ ധീരകഥകളൊക്കെ കേട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ചെറിയ 25-30 വീട്ടുകാർ കൂടി താമസിക്കുന്ന കോളനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പള്ളി പണിത് കൊടുത്താൽ അവർ ഈ പള്ളി വരികയും സഭാപരമായി വളരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, പിതാവേ എത്ര രൂപ തന്നാൽ ഒരു പള്ളി പണിയാം? പിതാവ് പറഞ്ഞു, ഒരു $2000 തന്നാൽ ഞങ്ങളൊരു പള്ളി പണിയാം, കാരണം ചെറിയ കുടിലുകളാണ് പണിയുന്നത്. ഞാൻ പറഞ്ഞു, അത് മോശമാണ്, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു തുക തീരുമാനിക്കാം, ഒരു $10000 തരാം, അതിന് പറ്റുന്ന ഒരു പള്ളി പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയ്യോ, എങ്കിൽ വളരെ സന്തോഷമെന്ന് പിതാവ് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ പിതാവ് വന്ന് കുർബാന ചെല്ലുന്ന ആ ഞായറാഴ്ച ഞാൻ എൻ്റേതായിട്ട് $10000 ഓഫർ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇടവക്കാരോട് പറഞ്ഞു, ഞാൻ ഒരു പള്ളി സ്പോൺസർ ചെയ്യുകയാണ്, ഇന്ന് ഞാനൊരു സെക്കൻഡ് കളക്ഷൻ എടുക്കും. അപ്പോൾ ഈ $10000 നിങ്ങൾ ഇന്നത്തെ ഈ സെക്കൻഡ് കളക്ഷനിൽ കുർബാനയിൽ റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എനിക്ക് പോലും വിശ്വാസമില്ല അത്രയും ഉണ്ടാവുമെന്ന്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിക്കാഗോ സേക്രഡ് ഹാർട്ട് പള്ളിയിലെ വിശ്വാസികൾ അന്നെടുത്ത സ്വോത്രക്കാഴ്ചയിൽ $10000 പിരിക്കും. അങ്ങനെ 2 പള്ളികൾ ഞങ്ങൾ അന്ന് മിയാവൂർ സ്പോൺസർ ചെയ്തു. അതിനുശേഷം ചിക്കാഗോയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ടൂറ്, അത് അരുണാചൽ പ്രദേശും നോർത്ത് ഈസ്റ്റ് ഏരിയ മൊത്തം ഒരു മിഷണറി ട്രിപ്പ് 2 ആഴ്ചത്തേക്ക് നടത്തി. വളരെ വിജയമായിരുന്നു. കാരണം ആളുകൾക്ക് വളരെ ഹൃദയസ്പർശകമായിരുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ മിഷണറിമാർ ചെയ്യുന്ന ധീരമായ സേവനം, ത്യാഗോജ്വലമായ സേവനം. കാരണം അവർക്ക് സിക്കായാൽ ചികിത്സിക്കാൻ ഒരു സ്ഥലമില്ല, ഒരു എമർജൻസി വന്നാൽ കൊണ്ടുപോകാൻ തൊട്ടടുത്തെങ്കിലും ആശുപത്രിയില്ല. അവർ ഈ കൊടും തണുപ്പത്തും മറ്റ് മലയന്മാരായ ആളുകളുടെ ഇടയിലുമൊക്കെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം കണ്ടപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ഭയങ്കരമായ ആവേശം തോന്നി. അന്ന് ചെന്നവരും കൊടുത്തു ഒരു പള്ളി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പല പള്ളികൾ, ഞാൻ തന്നെ 4 എണ്ണം അവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകൾ പല ഫാമിലിയായിട്ടും ഇടവകയായിട്ടും വ്യക്തികളായിട്ടും അവിടെ പല പള്ളികളെ സ്പോൺസർ ചെയ്തു. പക്ഷേ കൊടുക്കും തോറും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടുത്തെ മിഷണറിമാർ ചെയ്യുന്ന ത്യാഗോജ്വലമായ ആ പ്രവർത്തനത്തിന് നമുക്ക് ഇവിടെ നിന്ന് പിൻപിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പല ആളുകളും ആ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈദികർ മാത്രമല്ല, അൽമായർ തന്നെ പല ആളുകളും ഈ രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എല്ലാ പ്രവർത്തന മേഖലയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചുവെങ്കിലും വികാരി ജനറൽ എന്ന നിലയിൽ ഷിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് നമ്മളൊന്നും പരാമർശിച്ചില്ല. എന്താണ് ഇനിയും വരുവാനിരിക്കുന്ന വലിയ പദ്ധതികൾ, പ്രത്യേകിച്ച് ദൈവവിളിയുടെ മേഖലകളിൽ നമുക്ക് ആവശ്യമായ കൂടുതൽ വൈദികരുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് പ്രതിപാദിക്കാം. സീറോ മലബാർ രൂപത ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലാറ്റിൻ പള്ളികളിൽ ശീലിച്ചു വന്ന ആളുകളെ സീറോ മലബാർ പള്ളികളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് പള്ളികൾ ആദ്യം ഉണ്ടാവണം. രണ്ടാമത് ഈ പള്ളികളിൽ വിശ്വാസികൾക്ക് സീറോ മലബാർ സഭ എന്താണ്, അതിൻ്റെ പാരമ്പര്യങ്ങൾ എന്താണ്, ആ പാരമ്പര്യങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് വത്തിക്കാൻ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നമ്മളുടെ പാരമ്പര്യങ്ങളിൽ അഭിമാനം കണ്ടെത്തുകയും സീറോ മലബാർ സംസ്കാരത്തിലേക്ക്, ആരാധനാക്രമത്തിലേക്ക് നമ്മുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ പള്ളികളുടെ ഡിസൈനിങ്ങിലും കുർബാനയുടെയും ആരാധനാക്രമത്തിൻ്റെയും ശൈലികളിലുമൊക്കെ ധനധാത്മകതയിലേക്ക് തിരിച്ചു പോകണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കി പെട്ടെന്ന് നമ്മൾ പള്ളികളുണ്ടാകാതെ പോകരുത് എന്നുള്ള ചിന്താഗതിയുണ്ട്. പിന്നെ എനിക്ക് പർട്ടിക്കുലറായിട്ട് ജ്ഞാനായ റീജിയൻ്റെ ചുമതലയുള്ളതുകൊണ്ട് ജ്ഞാനായ റീജിയനിൽ ഇതേ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. എങ്കിലും കഴിയുന്നിടത്തോളം പള്ളികൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അച്ഛന്മാർ എന്നെ വിളിക്കും, അൽമായർ വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും കഴിയുന്നിടത്തോളം ഇതിന് പറ്റിയ വൈദികരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിൽ നിന്ന് എത്ര വൈദികർ വന്നാലും അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ പഠിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ചെറുപ്പക്കാരായ വൈദികർ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ ഒരു ദൈവവിളി ക്യാമ്പ് തന്നെ ഞാൻ ഇപ്പോൾ ചിക്കാഗോയിൽ ജ്ഞാനായ റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയാണ്. കുറേ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈദികരാകാനും സന്യസ്തരാകാനും വേണ്ടിയിട്ടുള്ള ദൈവവിളിയുടെ ചെറിയ മുട്ടുകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴാണ് വൈദികരോടുള്ള വിദ്വേഷങ്ങളൊക്കെ കുറയുകയും വൈദികരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം പ്രത്യേകിച്ച് ഷിക്കാഗോയിലും മറ്റു പല സ്ഥലങ്ങളിലും ആയിക്കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് വചനമാകണമെന്നുള്ളത് ആ ഒരു രീതിയിലേക്കുള്ള ട്രെൻഡ് മാറി വരുന്നുണ്ട്. അതുകൊണ്ട് സീറോ മലബാർ രൂപതയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും പ്രത്യേകിച്ച് അഭിവന്ദി അങ്ങാടിത്ത് പിതാവ് വളരെ നയപരമായ വളരെ മയപരമായ
നല്ലൊരു സമീപനമാണ് പിതാവ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിനോട് യോജിച്ച് നിന്നുകൊണ്ട് ഈ സീറോ മലബാർ രൂപതയിൽ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. വളരെ വിശുദ്ധനായ ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയും അങ്ങേയറ്റം വിലമതിക്കേണ്ടതുമാണ്. അച്ഛൻ വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം കുറേയേറെ വിശദീകരിച്ചു. ഇനി ശാലോം പ്രേക്ഷകരായിട്ട് അച്ഛൻ്റെ ഒരു ചെറിയ സന്ദേശം നൽകണം എന്നൊരപേക്ഷ. പാറമേൽ ഭവനം പണിയണം എന്ന് പറയുന്നത് പോലെ ദൈവവചനം ശ്രവിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നാനാജാതി മതസ്ഥരായ ആളുകളുടെ വേദനകളും കഷ്ടപ്പാടുകളും അറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന യേശുക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് അന്ധർക്കും ബധിരർക്കും മരിച്ചവർക്കും രോഗികൾക്കും ഒക്കെ ആശ്വാസവും പ്രത്യാശയും പകർന്നു കൊടുത്തതുപോലെ തന്നെ ഓരോ ക്രൈസ്തവനുമായി തീരണം. ഈ ക്ഷണികമായ ജീവിതത്തിന് ശേഷം വരുവാനിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള നിധി സമ്പാദിക്കേണ്ടതിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെയാകണം. അവർ പ്രാർത്ഥിക്കുന്നു, അവർ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നത് കാണുന്നതിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകണം. അതിനുവേണ്ട പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില പണം മുടക്കി പള്ളികൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ അമേരിക്കയിലെ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർ താല്പര്യമെടുക്കണം. സഭയോട് യോജിച്ച് സഭയോടൊത്ത് ചിന്തിച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾക്കും ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിലും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റും. ഈ ലോക ജീവിതത്തിലെ ഭൗതികമായ കോട്ടങ്ങളുണ്ടായാലും നമുക്ക് അവിടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശാലോം പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിനിടയിൽ പത്രാധിപരായിട്ടും സാമൂഹ്യ സേവന രംഗത്തെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിലും 4 പുസ്തകങ്ങൾ രചിച്ച ഗ്രന്ഥകർത്താവ് എന്ന നിലയിലും വളരെ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വൈദികരും സഭയ്ക്ക് അഭിമാനമാണ്. മുത്തോളത്തച്ഛൻ തീർച്ചയായും സഭയ്ക്ക് അഭിമാനമാണ്. പ്രത്യേകിച്ച് ഷിക്കാഗോയിലെ സീറോ മലബാർ രൂപതയ്ക്കും കനാനായ സമുദായത്തിനും അച്ഛൻ എന്നും ഒരു മുതൽക്കൂട്ടാണ്, അഭിമാനമാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് ശാലോം പ്രേക്ഷകരോടൊപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.